പണ്ടൊക്കെ ചായ മുറിച്ച് കുടിക്കണ പോലെ മന്ത്രിസ്ഥാനം മുറിച്ച് ഒരിവെക്കുക, അതിനു വേണ്ടി തർക്കം കൂടുക. ആ തർക്കം തീർക്കാൻ വേണ്ടി മാത്രം മീറ്റിങ്ങും യോഗങ്ങളും കൂടുന്ന ഒരു പാർട്ടി. ആ വഴിയെ സഞ്ചരിക്കുന്ന കേരളത്തിലെ അപൂർവം ജനാധിപത്യ പാർട്ടികളിൽ ഒന്നാണ് NCP എന്ന് നാം എല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ വഴിക്ക് അങ്ങോട്ട് സഞ്ചരിച്ച് പ്രശസ്തിയായ ഒരാളുണ്ട് ആ പാർട്ടിയിൽ. എനിക്ക് ഇത്രയൊന്നും പ്രസക്തി ഇല്ലായിരുന്നു, പക്ഷെ ഭയങ്കര പ്രസക്തിയായി കേരളത്തില്. തർക്കം കാരണം പ്രശസ്തി നേടുന്ന നേതാക്കളും ഒരു പാർട്ടിയും. ഒരു ജനാധിപത്യ പാർട്ടിയെ ആരോഗ്യത്തോടുകൂടി മുന്നേറാൻ സഹായിക്കുന്നത് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും ചർച്ചകളും തീരുമാനങ്ങളുമാണ്. ആരോഗ്യത്തോടെ പാർട്ടിക്ക് മുന്നേറാനുള്ള ചർച്ച ഉണ്ടാക്കാൻ വേണ്ടി പ്രസിഡന്റ് രാജിവെച്ചു. NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനം PC ചാക്കോ രാജിവെച്ചിരിക്കുന്നു. എനിക്ക് ഈ കൺവീനർ സ്ഥാനം മടുത്തു. അവനവന്റെ പാർട്ടി നയി മുറവിളി. എങ്ങനെയുണ്ട് ഇപ്പൊ അഭിപ്രായ വ്യത്യാസം? ഒരാളെ രാജിവെച്ചപ്പോ സമാധാനമായില്ലേ? അത് അതിദാരുണമായ ഒരു കാഴ്ചയായിരുന്നു. ആ സങ്കടത്തില് PC ചാക്കോക്ക് വേണ്ടി മന്ത്രിയുടെ വക ഒരു പാട്ട്. പ്രേമ കി ഹൈ ആഗ് സജനി ജോ ഇധർ ലഗേ ഓർ ഉധർ സജേ तेरी पीती पे बड़ा हम नाज है. പാട്ട് പാടുന്നത് സന്തോഷം കൊണ്ടൊന്നുമല്ല, സങ്കടം കൊണ്ടാണ്. ഒരു മനസ്സും രണ്ട് ശരീരമായിട്ട് പ്രവർത്തിച്ച ആൾക്കാരാണ്. ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമല്ല, വ്യത്യസ്ത അഭിപ്രായങ്ങൾ. വ്യത്യസ്ത അഭിപ്രായം രാജ്യം മുഴുവനും ചർച്ചയായി. എനിക്ക് ഇത്രയൊന്നും പ്രസക്തി ഇല്ലായിരുന്നു, പക്ഷെ ഭയങ്കര പ്രസക്തിയായി കേരളത്തില്. എങ്ങനെയാണ് മൂപ്പര് ഫേമസ് ആയത് എന്നറിയോ? ഇടക്കിടക്ക് വന്നിട്ട് 2.5 വർഷമായി എന്നിങ്ങനെ ഓർമ്മിപ്പിക്കും. അപ്പോൾ അത് 2.5 വർഷം അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. ആ വിഷയം വീണ്ടും ചർച്ചയായിട്ട് വന്നു. അങ്ങനെയാണ് തർക്കം തുടങ്ങുന്നത്. ആ നയത്തിൽ മാറ്റം വരുത്താൻ ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് തർക്കിക്കേണ്ടി വരും. ആ നയത്തിൽ മാറ്റം വരുത്താൻ ചിലവരൊക്കെ വന്നു. തർക്കം തുടങ്ങി. തീരാത്ത ആ തർക്കം മുംബൈ വരെ എത്തി. അവിടെ വെച്ച് അദ്ദേഹം നിർദ്ദേശിച്ചത് ഈ വിഷയം തോമസിന് ഒരു അവസരം കൊടുക്കണമെന്നൊരു വിഷയം ഞാനൊന്ന് ആഞ്ഞു പിടിച്ച നാളെ ഈ കസാരയിൽ ഇങ്ങനെ ഉണ്ടാവില്ല. മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് അദ്ദേഹത്തിന്റെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം അത് ശരത് പവാറിനെ അറിയിക്കണമെന്നാണ്. അറിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അതിനകത്തൊരു തീരുമാനമെടുക്കും. സംഗതി അങ്ങനെ മുഖ്യമന്ത്രിയുടെ ടേബിളിലെത്തി. മുഖ്യമന്ത്രിക്കാണെങ്കിലോ ശശീന്ദ്രനെ പെരുത്ത് ഇഷ്ടമുള്ള ആളാണ്. മന്ത്രിനെ മാറ്റാനുള്ള ചർച്ച അങ്ങനെ നീണ്ടു പോയി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. അല്ല, മൂപ്പരെങ്ങനെ ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോകാനും നിങ്ങളെ മാറ്റാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഐഡിയ പറഞ്ഞു തന്നോ? അതിനെന്ത് തീരുമാനം എടുത്താലും ഞാൻ എൻ്റെ പിന്തുണയുണ്ട് മന്ത്രിക്ക്, മന്ത്രി ചെയ്തോളാനാ പറഞ്ഞു. പിന്നെന്താ നോക്കാനുള്ളത്? പുകച്ച് പുറത്തങ്ങോട്ട് ചാടിക്കാനുള്ള എല്ലാ പരിപാടിയും തുടങ്ങി. അങ്ങനെ ഒരു നല്ല സ്ട്രോങ് പിന്തുണ മുഖ്യമന്ത്രി നിന്ന് കിട്ടിയാൽ ഏത് മന്ത്രിക്കാണ് ഒരു സന്തോഷം തോന്നാതിരിക്കുക, കാര്യങ്ങൾ ചെയ്യാനുള്ള ആത്മവിശ്വാസം കിട്ടുക. അപ്പോൾ വർദ്ധിച്ച ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എതിർ ടീമിന് ആശ്വാസം കൊടുക്കാൻ മുന്നണിക്കാരൊക്കെ റെഡിയായി നിന്നപ്പോൾ ഒന്ന് സമാധാനം കിട്ടാൻ വേണ്ടി പാവം PC ചാക്കോ അലഞ്ഞ് നടന്നു. PC ചാക്കോ ഇവിടെ വന്നിരുന്നു. ഞങ്ങൾ തമ്മിൽ പാർട്ടിയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് സംസാരിച്ചു. അദ്ദേഹത്തിനുള്ള ചില പ്രയാസങ്ങളും അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും മൂപ്പർക്കൊരു ആശ്വാസം കിട്ടിയില്ല. പക്ഷേ ആ നടപടികൾ കൊണ്ടൊന്നും സ്വാന്തന വാക്കുകൾ കൊണ്ടൊന്നും തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന അറിവ് ലഭിച്ചപ്പോൾ രാജിവെച്ചു. നിങ്ങൾ ഹാപ്പിയായോ? മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു? അദ്ദേഹം ഒന്നേ പറഞ്ഞുള്ളൂ, മനുഷ്യന്മാർക്ക് സമാധാനം കൊടുക്കണം. നിങ്ങൾ സമാധാനം കൊടുക്കുന്ന വിശ്വാസം ഉണ്ടാവില്ലല്ലേ? എങ്ങനെ വിശ്വാസം ഉണ്ടാകുക? രാജിവെച്ചപ്പോൾ PC ചാക്കോ മാത്രമല്ലേ വെച്ചുള്ളൂ. വിശ്വസിച്ചിരുന്ന ആരും ഒപ്പം രാജിവെച്ചില്ലല്ലോ. വിശ്വാസമാണല്ലോ എല്ലാം. ആരൊക്കെയാണ് വിശ്വസിച്ചത്, വിശ്വസിക്കണ പോലെ അഭിനയിച്ചത് എന്നൊക്കെ കാത്തിരുന്ന് കാണാം.